യെശയ്യാ 52 അതിന്റെ 7-ാമത്തെ വാചകം, സമാധാനത്തെ ഘോഷിച്ചു, നന്മയെ സുശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ വായിച്ച വാചകത്തിൽ 4 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സമാധാനത്തിന്റെ സുവിശേഷം, നന്മയുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം. അടുത്ത സുവിശേഷം പറയുന്നത് ദൈവം വാഴുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് രക്ഷ, നന്മ, സമാധാനമാണ് എങ്കിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഗോസ്പൽ വരുന്നത്, ഗോസ്പൽ പ്രസംഗിക്കുന്നത് വാഴുന്നതിനെ കുറിച്ചായിരിക്കും. സമാധാനം നല്ലതാണ്, സുവിശേഷം കേൾക്കുന്നത് സമാധാനം നല്ലതാണ്, നന്മയെ കുറിച്ച് കേൾക്കുന്നത് നല്ലതാണ്, രക്ഷയെ കേൾക്കുന്നത് നല്ലതാണ്. അതും തുടർന്നു പോകട്ടെ, അത് തുടരട്ടെ. പക്ഷേ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സുവിശേഷകർ പറയാൻ തുടങ്ങും, യേശു വാഴുന്നു, യേശു വാഴുന്നു. നീ ആയിരിക്കുന്ന ചുറ്റളവിൽ യേശു വാഴുന്നു. തിരുവനന്തപുരത്ത് യേശു വാഴുന്നു. കേരളത്തിൽ യേശു വാഴുന്നു. ഇന്ത്യയിൽ യേശു വാഴുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വാഴുന്നു. നിങ്ങളുടെ ജോലിയിൽ വാഴുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ വാഴുന്നു. സകലയിടത്തും വാഴുന്ന അനുഭവത്തിലേക്ക് യേശു നിങ്ങളെ ഉയർത്തുകയാണ്.